വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് ഇന്നത്തെ പരിപാടി മൊത്തം. ഒരു ഈവനിങ് ആയിരിക്കും തിരിച്ചു വരണം. അപ്പോൾ ഞാൻ വെച്ചു അതുവരെ ഉള്ളതൊക്കെ ഡേ മൈ ലൈഫ് പോലെ എടുക്കാറ്. കാരണം നാളെ തൊട്ട് എനിക്ക് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം നാളെയും മറ്റന്നായും എനിക്ക് എക്സാം ഉണ്ട്. 2 ദിവസം അടുത്തടുത്ത് എക്സാം ഉണ്ട്, ലീവ് ഇല്ലാതെ. അപ്പം 2 ദിവസം പിന്നെ അതിന്റെ പുറകെ ആയിരിക്കും ഞാൻ. അപ്പൊ ഞാൻ വന്നാ പിന്നെ വരുന്നു അതാ വരണേ. ഓക്കെ, അപ്പം എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്ന് സംസാരിക്കും. അപ്പോൾ നമുക്ക് താഴെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. വണ്ടിയിൽ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ അമ്മയും കൂടി വരണം എന്ന് പറഞ്ഞു. അമ്മ ഇന്ന് ഓഫാണ്. അപ്പം അമ്മേനെയും കൂടി കൊണ്ടുപോകാനുള്ളത് കൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ത്രിബിൾസ് അടിച്ചൊന്നും പോയാൽ ഏതെങ്കിലും തോട്ടി കിടക്കും. അത് എന്നിട്ട് ഓട്ടോയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത് പിന്നെ ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനായി. അങ്ങനെതാ അപ്പം എന്തോ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇത് എപ്പോഴും ഉള്ള പരിപാടിയാണ്. അതായത് അപ്പം ഫ്രണ്ടിൽ നിന്ന് പൊക്കോളും, നമ്മളതൊന്നും ശല്യപ്പെടുത്തത്തൊന്നുമില്ല. അയ്യാടാ ബസ്സിൽ പോയാൽ മതി. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചു ഓട്ടോയിൽ പോകണമെന്ന്. അപ്പം പറഞ്ഞു അയ്യാടാ എന്തെങ്കിലും പറയൂ. നമുക്ക് അങ്ങോട്ട് ബസ് പോയിട്ട് ഇങ്ങോട്ട് ഓട്ടോയിൽ പോരാ. ഓ ശരി ശരി, ആയിക്കോട്ടെ. അമ്മയ്ക്ക് നേരത്തെ വരണോന്ന്, അമ്മയ്ക്ക് കുടുംബശ്രീയിൽ പോകണം. ഓക്കെ, നല്ല വെയിൽ. ബിക്കോസ് ഐ ഹാവ് മൈഗ്രെയിൻ. ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഓ പെട്ടെന്ന് വരാൻ. അതും ഇനി എൻ്റെ തലയിൽ. സാധാരണ ഞാൻ താമസിക്കണം എന്നാണ് എല്ലാവർക്കും പരാതി. ഇപ്പം ഞാനാണ് ഫ്രണ്ടിൽ നിന്ന് പോണത്. ഞാനിപ്പോൾ ഭയങ്കര മാറ്റമാണ് എനിക്ക്. ഞാൻ എല്ലാത്തിൽ നിന്നും മാറ്റം വേണം. നമ്മളെ ഒന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് നമ്മൾ മാറ്റി പറയിപ്പിക്കണം. അവരത് സമ്മതിച്ച് അംഗീകരിച്ച് തരണം. അതുവരെ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. അയ്യോ എൻ്റെ കൈ വേദനിക്കണം ഇങ്ങനെ ഫോൺ പിടിച്ച്. മിക്കവാറും ബസ് പോകും കേട്ടോ, ആടി ആടി അങ്ങ് എത്തുമ്പോൾ. ആത്താടി ആത്താടി സെമ്പരത്തി പൂക്കാരി ആസപ്പെട്ട് പൂത്തിരിക്കല്ല. എന്തോന്ന് വെയിൽ ഇത്. എനിക്ക് തലവേദന വല്ലതും രാവിലെ വന്നു കഴിഞ്ഞാൽ. ബസ്സാണ്, കാറിന് ഇത്ര സൗണ്ടാണ്. ഹലോ, ഓ വ്ളോഗ്. എവിടെ പോണേ? ട്യൂഷനാ? സൺഡേ ഉണ്ടോ? എവിടെ ആവുമല്ല? 7 മണിക്കല്ലായിരുന്നോ? പൊക്കം വച്ചാണേ നീ. അയ്യേ നാളെ വന്നൊക്കെ. ഇപ്പൊ മോമ്പത്തിട്ട് പറയാൻ എനിക്ക് ചിരി വരുമോ? നീ കുറെ നേരമായി വന്നിട്ട്? ഇപ്പൊ സമയത്തിനായി. എന്റെ വാച്ച് ഓടത്തില്ല. സേവ് ഇറ്റ്. അയ്യോ എന്തെങ്കിലും പറയൂ. പറയൂ പറയല്ലേ. കാക്കാമൂല ഒരു ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ഇനി എന്ത് പറയാൻ? ഒരു ഇടവേളയ്ക്ക് ശേഷം പച്ച ബസ്. അവിടെ വെയിലായോണ്ട് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റായി. നമ്മള് ബസ്സിൽ കയറി വന്നു. ചലപ്പറയുള്ള കാര്യം വിചാരിച്ച ഞാൻ ഫ്രണ്ടിൽ നിന്ന് പോവാ. നിങ്ങൾ പതുക്കെ. അപ്പോ
ഞാൻ എന്താ പറഞ്ഞ നമ്മള് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറി. ഞാൻ പിന്നെ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേട്ടോണ്ടിരുന്നു. തില്ലാന അങ്ങനെ തുള്ളി ഇതുവരെ എത്തി. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ഇരുന്ന സൈഡിൽ വെയിലുണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ എനിക്ക് മൈഗ്രെയിൻ. ഒന്നാമത് ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം എനിക്ക് ഒരുമാതിരി വൊമിറ്റിങ് ഒരു ടെൻഡൻസി ആയിട്ട് ഇരിക്കണം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് രാവിലേക്ക് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു വൊമിറ്റിങ് ടെൻഡൻസി കാണും. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളവരെ വീടെത്താറ്. പണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ കുറേ നാൾ നിന്നിട്ടുണ്ട്. കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം 2 മാസം അടുപ്പിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ പാല് വാങ്ങുന്നത് കേട്ടാ. ഇവിടെ നിന്നാണ് പാല് വാങ്ങണത് എപ്പോഴും. നമ്മള് അവിടെ ഞാൻ ഇവിടെ നിന്നില്ലേ, അപ്പം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ കുറച്ച് നാൾ. അപ്പം എന്നും വൈകിട്ട് പാല് വാങ്ങാൻ വരും. അങ്ങനെ മുടിയൊക്കെ കാറ്റടിച്ച് എഴിച്ച് നിൽക്കും. എനിക്ക് കൈ വേദനിക്കും. അപ്പൊ ഈ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കണവർ സമ്മതിക്കണം അല്ലേ? എന്തായാലും അവരെ വീടെത്തി. അവിടെ ആരും ഇല്ലെങ്കിലാണ് ഇപ്പൊ നമ്മള് വന്ന പോലെ മറ്റേ കുടുകുടി എടുത്തിട്ട് തിരിച്ചു പോകും കേട്ടോ. വാ ഫ്രണ്ട് ക്യാമറ നീ വാ. നോക്കൂ ഫ്രണ്ട് ക്യാമറ എന്നെയാണ് കാണുന്നത്. പിന്നെ നീ ഇങ്ങോട്ട് എവിടെ പോണ്? ഈ വീട്ടിലെന്നാ പറഞ്ഞ നിങ്ങള്? ആ അങ്ങനെ പറ. ഞാൻ അതല്ലേ വെച്ച് ഇവള് നീനകത്ത് കയറി ഓടണേന്ന് വാടകയ്ക്ക് വീടും കൊടുത്തിട്ട്. ഇല്ല ഞാൻ എടുക്കൂലെന്ന് ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞപ്പോ. അയ്യോ നമ്മള് രാവിലെ തന്നെ അടുക്കളയിലാണ് വന്നിട്ടുള്ളത് തിന്നാൻ വേണ്ടിട്ട്. ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വയറും വാടകയ്ക്കെടുത്തു. സന്ധ്യ രാവിലെ വയറും വാടകയ്ക്കെടുത്തോണ്ട് വന്നിരിക്കുകയാണ്. അതെങ്ങനെ നീ അറിഞ്ഞു നമ്മൾ വരുമെന്ന്? എന്ന് കള്ള കിളവ എന്നിട്ട് ഒന്നും പറഞ്ഞില്ലടി. വിളിച്ചു പറഞ്ഞെന്ന് കിളവല്ലടി. ഞാൻ സർപ്രൈസ് എന്ന് പറയാൻ ഞാൻ ഓടിച്ചാടി വന്നത്. വിളിച്ചു അറിയിച്ചത് നേരത്തെ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ കൊള്ളാല. ഞാൻ വെച്ച് സർപ്രൈസ് ആയിട്ട് വരട്ടെ. അപ്പൊ വിളിച്ചല്ല പറഞ്ഞിട്ടാണ് വന്നത്. ഈ ഉടുപ്പ് എങ്ങനെയാ എനിക്ക് ഓർമ്മ. അന്ന് നീയും ഷിപ്പയും കൂടെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല. ആ ഫോട്ടോ എന്റെ കളയണ അതിലാണ് നീ ഉടുപ്പിട്ടിക്കണ. അതല്ലേ ഞാൻ ആലോചിച്ചത്. ഞാൻ അങ്ങനെ ഓർത്ത് വെക്കണല്ല. അപ്പൊ ഞാൻ എന്തിനെങ്കിലും നോക്കി എടുക്കുമ്പോ ഗാലറി ഫോട്ടോ എടുക്കണ കാണുമ്പോ എനിക്ക് അതാണ് ഓർത്തത്. ഇത് തന്നെ ഞാൻ ഇപ്പൊ കാണിച്ചത്. സലിംകുമാറിന്റെ മറ്റേ മരിച്ചിട്ട് ചടങ്ങുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ടിവിയില്. ഞാനാണെങ്കിൽ ദോശയും സാമ്പാറും ചായയും കഴിച്ചു. സലിംകുമാറിന്റെ കുറെ കോമഡി ഇങ്ങനെ ടി വി കാണിച്ചോണ്ടിരിക്കണേ എന്തോ പോലെ. അപ്പോ ഇവിടെ ആക്ച്വലി ഞാൻ എന്തരല്ലേ ആട് മറ്റേ ഇല തിന്നണോല. ആക്ച്വലി ഇവിടെ പിള്ളേരില്ല. പിള്ളേർ പള്ളിയിൽ പോയിരിക്കണം. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. പിള്ളേരുണ്ടെങ്കിൽ എന്തെങ്കിലും രസമുള്ളൂ, അല്ലാതെ ഒരു രസമില്ല. ഞാൻ വിചാരിക്കണം താഴെ ഒരു മൾബറി മരം ഉണ്ട്. നമുക്ക് മൾബറി ഉണ്ടാന്ന് നോക്കാൻ പോയിട്ട്. ചെറിയൊരു മഴക്കോളാണ് ഇവിടെ ഇന്ന്. വെയിലൊന്നുമില്ല. മൾബറി ഉണ്ടാകുന്നോ? അങ്ങ് പോയി നോക്കിയാലേ അറിയാവുള്ളേ. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം.
ഉണ്ട്, പക്ഷെ പഴുത്തതൊന്നുമില്ല, പച്ചയാണ് നിൽക്കണത്. ഞാൻ ഇവിടെ എവിടെ ഒരു മൾബറി കണ്ട പഴുത്തിരിക്കണത്. വലിയ മധുരം ഫീൽ ചെയ്യണില്ല, കാരണം ഞാൻ ഇപ്പൊ ഒരു മുട്ടായി കഴിച്ചോണ്ട് മുട്ടായിയുടെ മധുരമാണ് എന്റെ വായിലുള്ളത്. അതുകൊണ്ട് ഇത് വലിയ മധുരം എനിക്ക് ഫീൽ ചെയ്യണില്ല, പുളിയാണ് ഫീൽ ചെയ്യണത്. നമുക്ക് മൾബറി ഹാർവസ്റ്റ് ആണ്, നമ്മളിപ്പോൾ മൾബറി തോട്ടത്തിലാണുള്ളത്. സോ മൾബറി ഹാർവസ്റ്റ് ചെയ്യാം. ഞാൻ ആ മുട്ടായി കഴിച്ചോണ്ട് എനിക്ക് മധുരം തോന്നുന്നില്ല കേട്ടോ. അപ്പൊ നമ്മള് മധുരം തോന്നിക്കാൻ വേണ്ടി ആദ്യം ഒരു പച്ച മൾബറി കഴിക്കാം, അപ്പൊ ഒരു പുളിപ്പായിരിക്കുമല്ലോ. ഓക്കെ, ഞാൻ ഒരു പച്ച മൾബറി ഒപ്പിച്ചിട്ട് വരാം. അധികം പഴുക്കാത്ത പുളിപ്പുള്ള ഒരെണ്ണം കഴിച്ചു നോക്കാം, അപ്പം നമുക്ക് പിന്നെ മധുരമുള്ള കഴിയുമ്പോൾ മധുരം ഫീൽ ചെയ്യും. പുളിപ്പ് കൂടിപ്പോയി. പുളി ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. ഒരു പച്ചയും കൂടി കഴിക്കാം. ഭയങ്കര പുളിപ്പേ. ഈ ഇടയ്ക്ക് ഞാൻ ഒരു റീലില് മൾബറി ഉപ്പിലിട്ട് കഴിക്കണുണ്ട്, പക്ഷെ എനിക്കിതങ്ങനെ, അത് അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല മധുരമാണ് ആക്ച്വലി. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറിച്ചതിൽ എനിക്ക് മധുരം ഫീൽ ചെയ്യണില്ല, കാരണം ഞാനാണെങ്കിൽ ഒരു മധുരമുള്ള മുട്ടായി കഴിച്ചു. മുട്ടായി കഴിച്ചപ്പോൾ എന്റെ വായിക്കകത്ത് ഇപ്പൊ മുട്ടായിയുടെ മധുരമാണുള്ളത്. വേറെ മുകളിലോട്ടൊക്കെ നിക്കണം, പക്ഷെ എനിക്ക് ചാടി കിടന്ന് പറിക്കാനൊന്നും വയ്യ. അയ്യോ, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ പോയില്ല. അയ്യോ, ഞാൻ ഉസുറുക്കുള്ള ദിയ വച്ച. അയ്യ, വല്ല പുഴുവും രാവിലെ തന്നെ വെച്ച് കടിച്ചു തരാതിരുന്നാ മതിയെ. സോ കുറെ എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി, കുറച്ചൊക്കെ കയ്യിൽ തന്നെ ഉണ്ട്. എനിക്ക് മധുരം ഫീൽ ചെയ്യണില്ല. ഇനി മഴ സമയമായോണ്ടാണോ മധുരം ഇല്ലാത്ത? നാളെ എനിക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാം ആണ്, എന്നിട്ടാണ് ഞാൻ മൾബറി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിക്കണത്. ഇതിപ്പോ ഇച്ചിരി മധുരമുണ്ട്. മധുരവും പുളിയും കൂടിയൊക്കെ ഉണ്ട്. അത് ഭയങ്കര വെളുപ്പായിപ്പ്. നല്ല മധുരം. നല്ല മധുരം. അങ്ങനെ എനിക്ക് വീണ്ടും കുറച്ച് മൾബറി കിട്ടി. നമുക്കിനി തിരിച്ചു പോവാം. ഞാൻ താഴെ പോയ മൾബറി വരയ്ക്ക്. പിള്ളേരെപ്പോ വരുവണ്ണേ? പിള്ളേരെപ്പോ വരും? നിങ്ങളടുത്ത് ആരെങ്കിലും വല്ല ചോദിച്ച? എല്ലാം ഞാൻ ഇങ്ങനെ ചോദിച്ചു. യൂട്യൂബിൽ അത് ഇട്ടാണ് അമ്മ, ഈ ഡ്രസ്സാണ് എന്നെ കാണിച്ചു.
കോളത്ത് ബീച്ചിൽ കൊണ്ടുപോയി അവളെ. ഒരുങ്ങിയിരിക്കണേ കടയിൽ പോവാ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ശരി ശരി. ഉരുളിയൊക്കെ എടുത്ത് വെച്ച്, ഉരുളി മാത്രമേ ഉള്ളൂ ആണ്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്, കപ്പയും ചിക്കനും. പിള്ളേർ ഇതുവരെ വന്നില്ല, അപ്പം ഞാൻ അണ്ണൻ തമ്പി സിനിമ കണ്ടുകൊണ്ടിരിക്കണം. ബൈ. കപ്പലണ്ടി വേണോ? ഇതായി വന്ന നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാല് വല്ല പറയണ്ട, ഒന്നുമേ പറയണ്ട. ശരി. ഇതെത്ര തിരിഞ്ഞേണ്ട മൈക്ക് പള്ളിയിലും പോയിട്ട് വരൂല്ല സമയത്തും കാലത്തും. ചേച്ചി എപ്പം പോവും? അതാണ് ഇനി അറിയാനുള്ളത്. കുഞ്ഞമ്മ വൈകിട്ട് ചോദിച്ചേട്ടാ ആദ്യം എപ്പ പോവൂന്ന്. വൈകിട്ട് പോയാ ഞാൻ ഇപ്പൊ ഉച്ചക്ക് പോവും. വേണ്ട, എനിക്ക് നാളെ പരീക്ഷയുണ്ട്. എന്തൊരു പരീക്ഷ? ഡിസബിലിറ്റി സൊസൈറ്റി ആൻഡ് കൾച്ചർ. നീ ഇപ്പൊ എത്രയില്? 6. ഗേൾസിലായ ഇല്ലേ? ഗേൾസിൽ പോവല്ലേ കേട്ടാ? നല്ല സ്കൂളല്ല, ഗേൾസിൽ പോവല്ലേ. നീ ഇപ്പൊ എവിടെ പഠിക്കുന്നത്? വെണ്ണിയൂർ. ശരി. ഇതാണ് ചുച്ചു ഗൈസ്, ചുച്ചു ആണ് ഇത്. ചുച്ചു ഇതെടുത്ത് യൂട്യൂബിൽ. ഇത് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുക്കുന്ന ബ്ലോഗാണ്. ഡേ ഇൻ മൈ ലൈഫ് അറ്റ് കുഞ്ഞമ്മാസ് ഹൗസ്. കറങ്ങി ചുറ്റി വരിക. അതെ അതെ. ഇവിടെ ആണെങ്കിൽ ഉള്ളി എരിയണേന്റെ ഇത് പുകയേറിയത് എല്ലാം കൂടെ കണ്ണെരിഞ്ഞ് കരഞ്ഞു മെഴുകിയാണ് ഞാൻ ഇരിക്കുന്നത്. നീ ഇപ്പഴല്ലേ വന്ന് കുറച്ചു നേരം അടുക്കള വന്നിരി, അപ്പോഴത്തേക്കും ഉള്ളി എരിയണതും പുകയേറതും എല്ലാം ഇല്ല. എന്ത് ബീട്രൂട്ട് അല്ല, അത് ലിപ്സ്റ്റിക്ക്. ബീട്രൂട്ട് കഴിച്ചാന്ന്. അപ്പൊ ഇത് അങ്ങ് വാ നോക്കട്ടെ അടുത്ത ബീട്രൂട്ട്. ഓ അവിടെ ഒരുത്തി ഒളിച്ചു നിക്കാണ്. ആ ഓടി ഓടി. ഞാൻ വെച്ചേ പോയെന്ന് കേട്ടാ, അനക്കൊന്നും ഇല്ലാതായപ്പോ. ആന്ന് തോന്നുന്നു വെള്ളം കുപ്പിയെ. എനിക്കും ഉണ്ട് വെള്ളം, എന്റെ കുപ്പി. പക്ഷെ അങ്ങനെയല്ല ഞാൻ കുടിക്കണം, ഞാൻ സ്ട്രോ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കുടിക്കുന്നത്. എവിടെ കൊണ്ട് കൊച്ചുകുട്ടി? പണ്ട് കൊച്ചായിരുന്നു. അയ്യേ, എന്റെ കുറെ ഫോട്ടോ കിടക്കണം, എല്ലാം വീഡിയോയിൽ കൊടുക്കണം. ഇത്തുപുര ഉണ്ടായിരുന്നു പീണിക്ക്. അതുപോലെ പീണി വരെ കൊണ്ട്. പീണി ഇപ്പൊ ചേച്ചിയുടെ അത്രയുണ്ട്. പൊങ്ങി പിള്ളേരൊക്കെ വളർന്നു. ഞാൻ ഇത്തിരി നേരം നിൽക്കട്ടെ. താതിയില്ലേ പീണി എന്താ ചേച്ചിയുടെ? പണ്ട് ഞാൻ എടുത്തോണ്ട് നടന്നു, ഇപ്പൊ തോളി കൈയിട്ടോണ്ടൊക്കെ നിക്കണ്. കുഞ്ഞമ്മ കുഞ്ഞമ്മ ഞാൻ എടുത്തോണ്ട് നടന്നേണ്, ഇപ്പൊ തോളി കൈയിട്ടോണ്ട് നിക്കണത്. അയ്യോ. അപ്പൊ നമ്മൾ ഇനി കുറച്ച് രഹസ്യമൊക്കെ അങ്ങോട്ട് നമുക്ക് താഴെ വീട് കാണാൻ പോയല്ലേ. ഞാൻ നമ്മള് താഴെ പോയി വീടൊക്കെ കണ്ടിട്ട് വരാം. മൈക്ക് വെച്ചു, ഞാൻ വച്ചേരാ. ഇങ്ങ എന്നിട്ടാണ് ഞാൻ പറയണില്ല പിള്ളേർക്ക്. എല്ലാം കേൾക്കണം.
ഹലോ 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 സന്ധ്യാമ്മ താഴത്തെ വീട് കണ്ടിട്ട് രാമേ ആ ചിപ്പി വരണ വാ നമ്മൾ കഴുത്തി വെച്ചോണ്ടോ എനിക്ക് യൂട്യൂബിൽ പൈസ കിട്ടി കേട്ടോ. എത്ര രൂപ? $101. ഓ മൈ ഗോഡ്. ഇവിടുത്തെ ശില്പ ഷെട്ടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ശില്പ ഷെട്ടിയാണ്. ഞാൻ അപ്പം പോയപ്പോ ഞാൻ പോയില്ല, നീ വരട്ടെന്നും പറഞ്ഞ് ഞാൻ എവിടെ കയറിയിട്ട്. ചേച്ചി എപ്പം വന്നത്? രാവിലെ വന്ന് 9 മണി എന്തോ കഴിഞ്ഞപ്പം. ഓ നോക്കിരിക്കണം അപ്പം പോയി. ആ ഇവിടെ വന്നിരുന്നു ഫോണിൽ കളിക്കണ. പിന്നെ ഇവര് പള്ളിയിൽ പോയിരുന്നത്. നമ്മൾ പള്ളിയിൽ പോയി കുറച്ച് ഭക്തത കാണിച്ച്. ഭക്തതയാ? ഭക്തി. മൽബറി വരച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം. മൈക്ക് വെച്ചിട്ടാ പറയണൊക്കെ ഇത് കേക്കുവേ. ഞാൻ നേരത്തെ മൽബറി കൊറേ പറിച്ച് തിന്നായിരുന്നു. അപ്പൊ തീത്ത്. പക്ഷെ അവിടെ നിന്നപ്പോ ഈ താഴെ നിക്കണ കണ്ടേ, എന്നെ ഇത് പിടിച്ചാണ്. എന്നെ കാണിക്കണ്ട. ശേ, ഞാൻ ഇനി ഇവിടെ വല്ല തലയും കുത്തി വീഴണം, അതിന് വീഡിയോയിൽ വരണം. ഓ എന്റെ ഇവിടെയൊക്കെ പൊള്ളണ്. ഓ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാണ്. നമ്മളാ പുതിയ വീടല്ല, പുതിയ വീട് തന്നെ. പാലയാച്ച് ഇതുവരെ കഴിഞ്ഞില്ല. ഇതാണ് എന്റെ റൂം. ഇതാ നിന്റെ റൂം? നിനക്ക് ഒരു റൂം ഫുള്ള് വേണോ? പിന്നെ ഇത് പാലുന്റെ വീടല്ലേ? ഹലോ ഹലോ സോദന്നെ. ചോറയ്ക്ക സമയായില്ലല്ലേ? ഞാൻ ഇപ്പൊ രാവിലെ വന്ന് യൂട്യൂബർ അഞ്ജലി. പിള്ളേരാ? ഓ ശരി. എടി ഇതെന്താ മധുരം ഇല്ലാത്തത്? മഴയായോണ്ടാ? ഈ ടെയില് കൊള്ളാലോ. ഹായ്, കൊള്ളാടി, നല്ല ടെയില്. സന്ധ്യാമ്മേടെ സെലക്ഷൻ. കൊള്ളാം. നിനക്ക് റൂമൊന്നും ഇല്ലേ? ഇതിന് വീടും കുടിയോ ഒന്നും ഇല്ലാത്ത. അയ്യോ, ഇതാണ് ചിപ്പിയുടെ റൂം. മറ്റേ വാഷ് ബേസിനൊക്കെ അല്ലേ? ചിപ്പി ഞാനും കൂടി ഇവിടെ കിടന്ന് അടിയായിരുന്നു ഈ റൂമിൽ. എന്ന്? ഈ വീട് തേയിലിടുന്നതിനൊക്കെ മുമ്പ്. എന്തിന്? ഈ റൂമിന് വേണ്ടി. ഈ റൂമിന് വേണ്ടിയോ? ഓ അങ്ങനെ അടിയായി അടിച്ച്. ഈ റൂമിന്റെ പ്രത്യേകത എന്തോന്നു? എന്തോ ഞാൻ ആദ്യേ പറഞ്ഞ് എന്നെ പാവല്ലേന്ന് വിചാരിച്ചങ്ങ് വിട്ടു കൊടുത്ത്. പിള്ളേരോടെയൊക്കെ കിടന്ന് അടി കൊടുക്കണം, അതിന് എത്ര വിവരം ഉണ്ടടി. ഇത് തന്നെ. ഇതെവിടെ കയറി പോണ്? പൊക്കമുള്ളവർക്ക് ഇവിടെ കുളിക്കാൻ പറ്റില്ല, തല അടിക്കൂലേ തന്നെ. അപ്പൊ ഇത് ആർക്ക് വേണ്ടി പണി കഴിപ്പിച്ച? ഇത് ചിപ്പീനും. ഇത് മറ്റേ കോവൺ മാത്രമല്ലേ? എന്തൊരു തോരണ്ടി കിടക്കണം. ഇങ്ങോട്ട് വാ, പാലയാച്ചൊരയിൽ വച്ചിരാ അത്. ചേച്ചി യൂട്യൂബിലേ മറ്റൊരു ഡാൻസിന്റെ റീലിട്ടില്ല? ഡാൻസിന്റെ പവിഴമല്ലി. അതാരോടാ കളിച്ചാ? ഗീതുന്റെ കൂടെ. സെറ്റ് കേട്ടാ, ഇഷ്ടപ്പെട്ട്. താങ്ക് യു. ഇവിടെ മൊത്തം വെള്ളം, ഇറങ്ങാൻ പറ്റൂലേ? നല്ല സുഖം, നല്ല സുഖമൊന്നും. ഇവിടെ മൊത്തം വെള്ളമായി കിടക്കും. ഇതില്ലേ, ഇത് തടിയാണേ. റിച്ച് തന്നെ. അപ്പൊ എനിക്ക് വയ്യ, തടി വെച്ചൊക്കെ ഇത് വെച്ചിരിക്കുന്നു. അതെ തന്നെ, വി ആർ റിച്ച് ഫാമിലി. മൾബറിയുടെ ഇത് മൊത്തമായി കൈ. ഷോൾ എന്തിനാ കുമ്പസരിച്ചിട്ടൊക്കെ? പാട്ട് പാടാൻ ചൂടെടുക്കണ ഇതിനകത്ത്. എവിടെ അഴകെ ചങ്കുലക്ക. ഇതിനെവിടെയെങ്കിലും പരിചയമുണ്ടോ? അപ്പൊ അതിന് മുന്നേ ഇവര് പോയെന്ന്. 7:45 പോയി. അപ്പൊ 8 മണിക്കാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഇത് മറ്റേ വീടാണെന്ന് വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ? അത് കണ്ട്
ഇനി ഈ റൂമിൽ കയറിയാൽ ഒരു അതിശയകരമായ കാര്യമാണ്. ആൾ ഡ്രോപ്പ് ചെയ്ത ഓ അമേസിംഗ് ജോബ്. അമേസിംഗ് ജോബ്. ശരി, എന്തണ്ണേ കയ്യിൽ എന്തോന്നിരിക്കണ? ഒന്നുമില്ല. എന്തോ കൊള്ളാം. ഡാൻസർ ആണ് കേട്ടോ, ഡാൻസർ ആണ്. നമ്മള് കുടുംബത്തോടെ ഡാൻസേഴ്സ് ആണ്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളിക്കളി. ഞാൻ ഇതില് ഭയങ്കര ഒബ്സസ്ഡ് ആണ് കേട്ടോ. എനിക്ക് വയ്യ. കയ്യില് മൊത്തം മൾബറിയുടെ കളറായി പോകുന്നു. പോണില്ലടി, പോവൂലേ ഇത്? ഒരു ദിവസം കഴിയട്ടെ. ഒരു ദിവസം കഴിയോ പോവാൻ? പോണില്ല, കുറച്ചു നേരം കഴിയും. ചിക്കരി ഈ ചേച്ചി എന്തുവാ ഇത്? എന്തൊക്കെ കഴിവുകളാ, ഒരു കഴിവേറെ തന്നെ. ചിക്കരി 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 പടുത്ത 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 അങ്ങനെ കളി ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊരു എന്തൊരു അങ്ങനെ ചിക്കിരി ചെറു വീഴല്ലേ. ഞാൻ എടുക്കാനൊന്നും വരില്ല, ഞാൻ അങ്ങ് പോവും ഫോൺ എടുത്തോണ്ട്. നീ അടിക്കണോടി, നീ എന്നെ അടിക്കണം. അടിച്ചുള്ള ഈ ചേച്ചിയുടെ കൊമ്പ്. പണ്ട് നമ്മൾ ഈ അടുക്കളയിൽ നിന്നാണ് ബൂസ്റ്റ്, പാൽപ്പൊടി, ഉപ്പിലിട്ട മാങ്ങയൊക്കെ മോഷ്ടിച്ചു തിന്നുന്നത്. അതാണ് മുളക്. ഇവളാണെങ്കി മുളക് പൊടി ഒഴിച്ച് എല്ലാ മസാലയും തിന്നും. അടുക്കളയിലുള്ള ഉപ്പ്, പഞ്ചസാര, മഞ്ഞപ്പൊടി, മസാലപ്പൊടി എല്ലാം. മറ്റേ നമ്മൾ ബൂസ്റ്റ് ഒക്കെ തിന്നണ പോലെയാണ് ഇവള് ഇങ്ങനെ ഉപ്പൊക്കെ കൈ തട്ടി തിന്നോണ്ടാണ്. വല്ലാത്ത തരം ഒരു ജീവിതമാണ് കേട്ടോ ഇത്. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നേരത്തെ നീ എന്നെ ഭയങ്കര ഞാൻ ചേച്ചിയെ തിരിച്ചെടുക്കട്ടാ? വേണ്ട, എടുക്കാം. വേണ്ട, ഞാൻ നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെ. വെയിറ്റ് ഉണ്ടാ? അത്രയൊക്കെ ഉള്ളു. ശില്പ എത്ര കിലോ ഉണ്ട്? ഞാൻ 39. ഞാൻ 52. പക്ഷെ 52 കിലോ ഒക്കെ പൊക്കോ. 52 നിസ്സാരം. പിന്നെ 50. പക്ഷെ നീ ഇപ്പൊ എന്നെ പൊക്കിയില്ലേ, പക്ഷെ നിനക്ക് അതേ സമയത്ത് 50 കിലോ അരി പൊക്കാൻ പറ്റൂല. പിന്നെ ക്യാമറ അടിച്ച് പൊട്ടിക്കൊന്നു. ഒന്നാമത് ഈ ഇടയ്ക്ക് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ചങ്കുലക്കണ എന്നോ നേരത്തെ പാടി വാക്കുന്നത്. അഴകെ ചങ്കുലക്കണ ചോദ്യം നീരിക്കണ. മൈക്കിരിക്കണ ആരും മറന്നു പോയി ചേട്ടാ. എന്നിട്ട് പാടിയിട്ട് മൈക്കിനാണ്. നീ ഇതിന് വല്ല ഞെക്കോ വല്ലതും ചെയ്താ? ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ, നോയിസ് റിഡക്ഷൻ ഓഫ് ആയിരുന്നു. അപ്പൊ ഞാൻ പാടി മകളിൽ ഇരുന്ന് ആ ഉള്ളി അരിഞ്ഞോണ്ടിരുന്നു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയേ. പിന്നെ അടുപ്പിൽ ചിക്കനും കപ്പേ. ഒത്തിക്ക മച്ചാ, ഒത്തിക്ക ഒത്തിക്ക മല്ലിക മച്ചാ. ഇത് ട്രോൾ ഇറങ്ങും കേട്ടോ അവളെ കാര്യം. ഡാൻസറൊക്കെയാണ്. ഇപ്പഴും അവിടെ തന്നെ പോണ നാട്യഭാരതിയില്? പിന്നെ ഓയാണ് കേട്ടാ പറയണതൊക്കെ. അത് കട്ട് ചെയ്യാം. കൊടുക്കാം. എല്ലാം അറിയാം. ഞാനായിരുന്നു അവിടുത്തെ ഫസ്റ്റ് സ്റ്റുഡന്റ്. ചോദിച്ചോക്കട്ടെ, അഞ്ജലി അറിയാമോ? ഡാൻസർ അഞ്ജലി. മോളിൽ കയറിയിട്ട് വരാമേ? എന്തിന്? വെറുതെ വേണ്ട, ഇവിടെ താഴെ നെല്ല് ഉരുണ്ട് വരലും വീണ് അത് വ്ളോഗിൽ കിട്ടണം. എനിക്കൊരു കണ്ടന്റ് ആവും. ഞാൻ പിടിച്ച് കണ്ടന്റ് ആക്കും. എവിടെയൊക്കെ പോണാന്നോ അണ്ണിക്കുഞ്ച് വലിഞ്ഞു കേറി. അപ്പൊ ഇതുവഴി എങ്ങനെ പോകുന്നീ? ഇവിടെ കൂടെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. ഞാൻ അടിച്ച് തോലച്ചോളൂ. ഇറങ്ങ്, താഴെ ഇറങ്ങ്. ആ പാന്റില് മൊത്തം പൊടിയായേ. അമ്മേന്റെ കഴിവ് കുറച്ച് കൂടുതൽ പൊടിയായി ഞാൻ കഴിവിട്ടി. എന്നെ കൊണ്ട് കഴിവിപ്പിക്കും. ഞാൻ ഇവിടെ വരച്ചോണ്ടിരുന്ന അഞ്ജലി. പോവാമോ മുകളില്? പോവാം. പിന്നെ വാ. ഇവിടെ നിന്നാ ഇതിനെ ശരിയാവൂല. അടിച്ചൊക്കെ കൊണ്ടുപോയിട്ട് വിരലി പിടിച്ചത്. ലൈറ്റ് ഓഫ് ചെയ്യ്. ലൈറ്റ് ഇടാൻ അറിയായിരുന്നല്ല.
പിള്ളേരെയൊക്കെ വിരട്ടി നിർത്തണം, എന്നാലേ പിള്ളേർ തിരിച്ചു വല്ലതൊക്കെ എടുത്ത് തലയടിച്ചു തരുള്ളൂ. ഹലോ ഗായ്സ്, ഇങ്ങോട്ട് അത് അതിന്റെ മാഗ്നറ്റ് ഉണ്ട് എന്റെ ജീവനോട് ഉണ്ടോ? അതോ ഓൺ തന്നെ. ഇത് പിടി, ഞാൻ വെച്ചുതരാം. ഹലോ ഗായ്സ്, ഞാൻ മൈക്ക് ഇറങ്ങി ഒട്ടിച്ചു. വല്ലതും പറ്റിയാണെന്തോ. മൈക്കിനെ തറയിട്ട് പെണ്ണ് ക്രാക്ക് ചാടി ചാടി കളിച്ചപ്പോ എന്റെ സ്റ്റോറേജ് ഫുള്ളായി. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇനി ഞാൻ ഉച്ചക്ക് ചോറ് ഇന്ന നേരത്ത് വരാം. അപ്പം എന്റെ സ്റ്റോറേജ് ഫുള്ളായി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി വീഡിയോ എടുത്ത് വഷളാക്കുന്നില്ല, ലാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി ചോറ് കഴിക്കാൻ നേരത്ത് നമുക്ക് കാണാം. വീഡിയോ ഓണാണ്, അടിയും പിടിക്കും. ഗായ്സ്, പാറു ആണ് കുക്കിംഗ്. ഇവിടെ ഞാൻ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുന്നു. ആവിയെല്ലാം ഇവിടെ പോത്തോട്ടടിക്കുന്നു. ഗായ്സ് കണ്ടോ ഗായ്സ്, ഇതാണ് എന്റെ പൂച്ച. എന്റെ പൂച്ച പൂച്ച. ആരുണ്ടായിരുന്നു? ഉടുപ്പാണ്. എന്തൊരു വലിയ കാര്യത്തിൽ പറയാനാണ് വന്നേട്ടാ, മറന്നു. അയ്യോ, ബാക്ക് ക്യാമറയിട്ട് ഗായ്സ്, അപ്പൊ പാറു എന്റെ കൂടെ എന്റെ കോളേജിൽ പഠിക്കണ ഹലോ, ഡേ ഇൻ മൈ ലൈഫാണ്. ജോയാണിത്. ഹെൽമെറ്റ് ഇല്ലാതെ MVD 500 രൂപ ഫൈൻ. വെച്ചിട്ട് ഇത് ജോയാണ്. ജോയ് ഇതിനു മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഫോൺ അഡിക്ഷൻ. ഞാൻ ചോറ് തിന്നാൻ പോണേ. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് എൻ്റെ ക്യാമറയിൽ എന്തോ ഉണ്ട്, ഞാൻ ഒന്ന് തുടയ്ക്കട്ടെ. ഇപ്പം ക്ലിയർ ആയില്ലേ? നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്യാം ചിക്കൻ. കുറച്ച് കപ്പയും കുറച്ച് ഗ്രേവിയും കുറച്ച് ചോറും കുറച്ച് പീസും കോഴിയൊക്കെ ഉച്ചയ്ക്ക് കയറുവാണ്. എല്ലാരും കഴിച്ചു. ചുട്ട ചോറായിട്ടില്ലേ? ഞാൻ പോയപ്പോൾ കഴിക്കട്ടെ. I don't light on. I'm really sorry for that. Okay, ഇപ്പം ഈവനിങ് ആയി കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് കുടുംബശ്രീ ഉള്ളതുകൊണ്ട് അമ്മേനെ ഞാൻ കുഞ്ഞമ്മയുടെ വണ്ടിയിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പം വന്നേ ഉള്ളൂ. തിരിച്ച് വന്ന ഉടനെ ഇതാ ചായ പിന്നെ മോംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ്.
കുത്തിക്കരി അതിൻ്റെ ഇടയിൽ കൂടെ ബിസ്മി വിളിച്ചേനെ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലില്ല. ആക്ച്വലി ഇതൊന്നും അല്ല പ്രോബ്ലം. നാളെ എനിക്ക് എക്സാം ആണ്, അതാണ് പ്രോബ്ലം. ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ. ഞങ്ങൾ എക്സാം ഹാളിൽ പോയിരുന്നിട്ട് രാവിലെ കുഞ്ഞമ്മേലെ വീട്ടിൽ പോയി ചോറ് തിന്നു ചായ കുടിച്ചു എന്നൊക്കെ എഴുതി വെക്കേണ്ടി വരും. എന്താണ് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിങ്ങനെ ഞാൻ വീഡിയോയിൽ പിടിച്ചിടും കേട്ടാ. ഇവിടെ ഉള്ള എല്ലാണോ എന്നെ പേടിച്ച് അങ്ങ് വിളിച്ചിങ്ങു. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് അങ്ങോട്ട് വരും കേട്ടോ. അവളെ കാര്യം പറയാം. എന്തോ പോടാ കണ്ണിലോറ്റ വെച്ച് വാന്തി തരുമെന്ന്. എനിക്ക് നാളെ പരീക്ഷ. ഞാൻ അവിടെ സമാധാനമായിട്ട് കിടന്നായിരുന്നു. അപ്പൊ എന്നെ കിടക്കാൻ സമ്മതിക്കണില്ല ഒരാളും. അങ്ങ് ശല്യമാണ്, അങ്ങ് ശല്യം. ഓ അങ്ങ് ശല്യമാണ്, അങ്ങ് ശല്യം. ഞാനന്ന് ഉറങ്ങി ഇങ്ങനെ വരെയായിരുന്നു സുഖം പിടിച്ചപ്പോ. താണ്ട എന്തൊക്കെ തോന്നണമെന്ന് തോന്നി എന്നെ കണ്ടിട്ട്. ഓ കളിക്കോ സൈക്കോ തന്നെ പോണായിത്തിരി. അപ്പൊ നമ്മൾ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ. ഇപ്പൊ സമയം 4:54. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഇവന് ഞാൻ എന്തോ ചെയ്യാനാ. ഇങ്ങനെ അല്ല, ഇങ്ങനെയാ വീഡിയോ എടുക്കുന്നത്. ഇതെന്തോ ഇത് യെല്ലോ ഇതുണ്ടോ മസില് കാണിച്ചു തരാം. ഞാൻ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അയ്യോ എന്റെ വാച്ച് എടുത്തില്ല ഞാൻ. എനിക്ക് എവിടെ പോയാലുള്ള സൂക്കേടാണ് വാച്ച്. മഴയാ അമ്മേ. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കണ്ടോ? എന്തോ വലുത് വരാനുള്ള ചാച്ചാ. ചാച്ചാ ബൈ ബൈ. എന്താ കവറത്? ഓ ചാച്ചാ ഞാൻ വരാം. പരീക്ഷ തീർന്നിട്ട് ഒരു ദിവസം വരാം. നിക്കാൻ വരാം. ഓക്കെ. ഓ ക്രിസ്മസിന് ഡിസംബർ ആവണം. ക്രിസ്മസ് ഓ പിന്നെ അപ്പൊ ഓണോ ഉദ്ദേശിച്ചത്? മഴ ചെറുതായിട്ട് പൊടിയണേ. ആ പൊടിയിട്ട് എനിക്ക് എന്തിനാ കൊള്ളാലോ. ആ കൊടയെ പിടിച്ച് ഒറ്റയ്ക്ക് നാളെ. ഞാൻ പിന്നെ വണ്ടിയിൽ വരൂലായിരുന്നു മര്യാദക്ക്. മഴ ഉറക്കണ കേട്ടാ. മഴ ഉറക്കണ പോലെ എനിക്ക് തോന്നും. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ വരണ വഴിക്ക് മഴയായിരുന്നു കേട്ടോ. കുറച്ച് നനഞ്ഞു. ഇപ്പം വെയിൽ വന്നു. അതായിരുന്നു നോക്കണം. ഹോളിഡേ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് എടുക്കാം. സഞ്ചിക്കകത്ത് എൻ്റെ മൈക്ക്, ഈ 3 സാധനം കൊണ്ടുവരാനാണ് ഈ സഞ്ചിയും കൊണ്ടുവന്നത്. അയ്യോ എനിക്ക് വയ്യ.
ഞാൻ എവിടെ വീഡിയോ എടുക്കാൻ വന്നാലും അതിന്റെ കയറി വരണം. What is happening here? സോ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി ഞാൻ പോയി ഒരാളെ കാണിച്ചുതരാം. ആ ഇപ്പൊ നോക്കിയില്ലേ, ഞാൻ വീഡിയോ എടുത്തപ്പോ നോക്കാൻ വയ്യ. അപ്പോ പട്ടിക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോ ഇങ്ങോട്ട് നോക്കിയാ. ഹലോ, ഗുഡ് ഈവനിങ്. പട്ടിക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു. പട്ടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണേ, ഏതോ കൂടിയ സാധനം എന്തോ അടിച്ചിട്ടിരിക്കുന്ന പോലെ. എനിക്ക് ഇവിടെ ഉറക്കം വന്നിരിക്കണായിരിക്കും. സോ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ബിക്കോസ് നാളെ എനിക്ക് എക്സാം ആണ്. അപ്പം എനിക്കിനി കുറച്ച് എക്സാം പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അപ്പം എനിവേസ് ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.